വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ദാറ്റ് ഈസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ബ്ലൗസ് എങ്ങനെയാണ് എന്ത് ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് സ്കെച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബ്ലൗസ് ഡിസൈൻസ് ഒക്കെ ഞാൻ ആദ്യം തന്നെ പറയാം. ഞാനൊരു ട്രഡീഷണൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പെൻസിൽ ആൻഡ് പേപ്പർ. ഈ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു പെൻസിൽ പേപ്പർ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ഡിജിറ്റലായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഞാനും ഡിജിറ്റലി ചെയ്യാറില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഡിജിറ്റലി ഞാനും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കെൻ്റെ ഈ ഒരു സ്കെച്ച് ബുക്കാണ് ഏറ്റവും പ്രിയം. അതിനോടൊപ്പം ഈ ഒരു പെൻസിലും. ഇത് 2Bയുടെ പെൻസിലാണ്. 2Bയുടെ പെൻസിലാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത്. HP അല്ലെങ്കിൽ 2B. ഓക്കെ, അതായത് ബ്ലൗസ് സ്കെച്ച് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു 5 സബ്ജക്റ്റ് ബുക്കാണ്. ഇതിലാണ് ഞാൻ സ്കെച്ച് ചെയ്യുന്നത്. ഇതിൽ ഞാൻ എഴുതാറുമുണ്ട്, സ്കെച്ച് ചെയ്യാറുമുണ്ട്. അതെ, ഒരു പോർഷൻ എഴുതാനും യൂസ് ചെയ്യും, ഒരു പോർഷൻ സ്കെച്ച് ചെയ്യാനും യൂസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബുക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഡ്രോയിങ് ബുക്ക് യൂസ് ചെയ്യുന്നത്. ഡ്രോയിങ് ബുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ലെഹങ്കയൊക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിലും സ്കെച്ച് ചെയ്യുകയാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ ബുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന റഫ് സ്കെച്ച് മാത്രമാണ്. ഓക്കെ, ഒരു കസ്റ്റമർ വന്നിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റഫ് സ്കെച്ച് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു ബുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രോക്രിയേറ്റും ഒന്നും യൂസ് ചെയ്യാറില്ല. കാരണം ഞാനൊരു പഴഞ്ചനാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കാരണമായിരിക്കാം ഞാനൊരു പക്ഷേ ഇതൊന്നും യൂസ് ചെയ്യാത്തത്. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് സ്കെച്ച് ചെയ്യുന്നത് ബുക്കിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിലും ടെക്നോളജിയുടെ നടുക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സമയത്ത് ഞാൻ ഈ പേപ്പറും പേനയും കൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർക്ക് അത്ര നന്നായിട്ട് തോന്നില്ല. കാരണം ചിലവർക്ക് ഞാൻ ഇങ്ങനെ എന്താ പറയുക, സ്കെച്ച് ടാബിലൊക്കെ സ്കെച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ചെയ്യുന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കും. പക്ഷേ യൂഷ്വലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ട്രഡീഷണൽ വേ ഓഫ് സ്കെച്ചിങ് ആണ് കേട്ടോ. നിങ്ങൾക്കും അതുപോലെ തന്നെ സ്കെച്ച് ചെയ്യാം. അതിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഒരു പേപ്പർ, ഒരു പ്ലെയിൻ പേപ്പർ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ബുക്ക്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. ഈ ഒരു ബുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കാം ഞാൻ ഇതുപോലെ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അയ്യോ, ഞാൻ ഇതുപോലെ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ടില്ലേ, ഇതൊക്കെയാണ് എൻ്റെ സ്കെച്ചസ്. ഓക്കെ, അപ്പോൾ ഈ ബുക്ക് മൊത്തം സ്കെച്ചസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം അത് എൻ്റെ ഡിസൈൻസ് അല്ലേ. അങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇത്രയും പെൻസിൽസ് ഉണ്ട്. ഞാൻ മേടിച്ച് വെച്ച പെൻസിൽസാണ്. ഇതിൽ HP ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് 2B ഉണ്ട്, 10B ഉണ്ട്, 6B ഉണ്ട്, HB ഉണ്ട്, 8B ഉണ്ട്, 4B ഉണ്ട്. അപ്പം ഇത്രയും പെൻസിൽസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ റബ്ബർ ഇറേസർ, ഓക്കെ, പിന്നെ ഒരു ഷാർപ്നർ. ഇത്രയാണ് എൻ്റെ ടൂൾസ് എന്ന് പറയുന്നത്. ഞാൻ റൂളർ പോലും യൂസ് ചെയ്യാറില്ല, അതായത് സ്കെയിൽ പോലും ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് എനിക്ക് ആവശ്യമുള്ള കാര്യമാണ്, കാരണം ഇറേസർ എപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഇത്രയും പെൻസിൽസും. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു മെത്തേഡ് ഓഫ് സ്കെച്ചിങ്. പിന്നെ ഇതുപോലെ ബുക്കിൽ ഞാൻ എടുക്കുന്നു, സമയത്തിന് ഞാൻ ഏതൊക്കെയാണ് സ്കെച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ എഴുതി ഇതിൽ സ്കെച്ച് ചെയ്ത് വെക്കും. ഇതൊരു 5 സബ്ജക്റ്റ് ബുക്കാണ് കേട്ടോ. നിങ്ങൾക്കിത് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. ഇത് ഞാൻ മേടിച്ചത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സ്റ്റൈൽ പ്ലസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മേടിച്ചതാണ് ഈ ഒരു 5 സബ്ജക്റ്റ് ബുക്ക്. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള പേപ്പർ വരും. അത് വന്നിട്ടാണ് ഈ ഒരു ബുക്കിൽ 5 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് ഇതിൽ 5 സബ്ജക്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതല്ല എങ്കിൽ ഞാൻ ഇതുപോലുള്ള വലിയ ഡ്രോയിങ് ബുക്കിലും സ്കെച്ച് ചെയ്യാറുണ്ട്. ഇതുപോലത്തെ സ്കെച്ചസ് ഒക്കെ ഞാൻ ചെയ്ത് വെക്കാറുണ്ട്. കണ്ടില്ലേ, ഓരോരോ സ്കെച്ചേ കാണിച്ചു തരുന്നുള്ളൂ, അധികം സ്കെച്ച് കാണിച്ച് തരുന്നില്ല. അപ്പോൾ എൻ്റെ ഈ സ്കെച്ചിങ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ബേസിക്കലി 4 സ്റ്റെപ്സ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്ലൈൻ. നമ്മൾ ആ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ബ്ലൗസിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. നെക്കൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഔട്ട്ലൈൻ മാത്രം വരയ്ക്കുക, സ്ലീവ്സ് വരയ്ക്കുക, ബോഡി വരയ്ക്കുക. അതിനെയാണ് ഔട്ട്ലൈൻ വരയ്ക്കുക എന്ന് പറയുന്നത്. ഔട്ട്ലൈൻ വരച്ച് കഴിയുന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെപ്പ് നമ്പർ 2ലേക്ക് പോകുന്നു, നെക്ക് ആൻഡ് സ്ലീവ്സിലേക്ക്. അപ്പോൾ നെക്ക് ആൻഡ് സ്ലീവ്സ് ആണ് നെക്സ്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. നമ്മൾ ബേസിക് ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ സ്ലീവ്സിൽ എന്ത് വേണം, എന്ത് ടൈപ്പ് ഓഫ് സ്ലീവ്സ് ആണ്, അതായത് ഫുൾ സ്ലീവ്സ് ആണോ, എൽബോ ആണോ, 3/4 ആണോ, ഷോർട്ട് ആണോ, ക്യാപ്പ് ആണോ, ഇങ്ങനെ പല സ്ലീവ്സ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അങ്ങനത്തെ സ്ലീവ്സ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നു. അതിനോടൊപ്പം നമ്മൾ നെക്ക് ലൈൻസ് ചൂസ് ചെയ്യുന്നു. അതായത്
ഒരാളെ നമ്മൾ പിക്ചർ ചെയ്യുന്നുണ്ട്, ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനത്തെ നെക്ക് ലൈൻസ് ആയിരിക്കും സൂട്ട് ചെയ്യുക, അവരുടെ ബോഡി ടൈപ്പ് വെച്ചിട്ട് എങ്ങനത്തെ നെക്ക് ലൈൻസ് ആയിരിക്കും സൂട്ട് ചെയ്യുക എന്നുള്ള രീതിക്ക് നമ്മൾ ഫ്രണ്ട് ആൻഡ് ബാക്ക് നെക്ക് ലൈൻസ് നമ്മൾ വരയ്ക്കുന്നു. ഇപ്പോൾ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 ഔട്ട്ലൈൻസ് ആയിരിക്കും വരയ്ക്കുക, ഒന്ന് ഫ്രണ്ട് ആൻഡ് ബാക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഔട്ട്ലൈൻസ് വരച്ചിട്ട്, ഇപ്പോൾ സ്ലീവ്സിന് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഔട്ട്ലൈനായിട്ട് വേണമെങ്കിൽ സ്ലീവ്സിൻ്റെ ഒരെണ്ണം വരച്ചിട്ട് അതിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇത്രയും സ്റ്റെപ്പ് 2ലാണ് ഡിസൈൻസ് വരുന്നത്. അത് നെക്ക് ലൈൻ ചൂസ് ചെയ്യുക, സ്ലീവ്സ് ചൂസ് ചെയ്യുക, അതെല്ലാം സ്റ്റെപ്പ് 2ലാണ് വരുന്നത്. സ്റ്റെപ്പ് 3ൽ വരുന്നത് നമ്മൾ ബോർഡേഴ്സ് ചൂസ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡിസൈൻസ് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും മോട്ടീവ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി വരുന്നുണ്ടോ, ആ ഹാൻഡ് എംബ്രോയിഡറി എങ്ങനെ ഇരിക്കണം, അത് നമുക്ക് അതിൽ ആ ഒരു ഔട്ട്ലൈനിൽ വരച്ചില്ല എന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് സൈഡിൽ വരച്ച് വെച്ചാലും മതി. അതിൻ്റെ ചെറിയൊരു സ്കെച്ചിങ് വല്ലതും നമ്മൾ ചെയ്താലും മതി. ആ ഒരു നമ്മൾ വരച്ചിരിക്കുന്ന ഔട്ട്ലൈനിൽ ചെറുതായിട്ട് റഫായിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുത്താലും മതി. ഇനി സ്റ്റെപ്പ് 4 വരുന്നത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു ഷെയ്ഡിങ് ടെക്നീക്ക് യൂസ് ചെയ്തിട്ടാണ് വരുന്നത്. ഷെയ്ഡിങ് ആൻഡ് ടെക്സ്ചറിങ് ചെയ്യാനായിട്ട് നമ്മളൊരു 4Bയോ അല്ലെങ്കിൽ ഒരു 6B പെൻസിലോ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടി ആ ഒരു ഇമേജിന്, നമ്മൾ വരയ്ക്കുന്ന ആ ഒരു സ്കെച്ചിന് കുറച്ചും കൂടെ ഡെപ്ത് കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ഷെയ്ഡിങ് ടെക്നീക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഫാബ്രിക് എങ്ങനെയായിരിക്കും ഇരിക്കുക, ഫാബ്രിക്സിലുള്ള എന്തെങ്കിലും ഡിസൈൻ, എന്തെങ്കിലും മോട്ടീവ്സ് നമുക്ക് റഫായിട്ട് വരച്ചിട്ട് ഷെയ്ഡിങ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അതിനൊന്ന് ഷെയ്ഡ് ചെയ്ത് വിടാം. ഈ 4 സ്റ്റെപ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബേസിക് ഐഡിയ, നമ്മൾ ചെയ്ത് വരുന്ന ബ്ലൗസിന് ഒരു ഫിനിഷിംഗ് ലുക്ക്, ഒരു ബേസിക് ഐഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ കസ്റ്റമറിനെ കാണിക്കാൻ സമയത്ത് അവർക്കും ആ ഒരു ബേസിക് ഐഡിയ, അവർക്കും അത് ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ചില കസ്റ്റമേഴ്സിന് ഒന്നും അറിയാത്ത കസ്റ്റമേഴ്സ് കാണും, അപ്പോൾ അവർക്കാണെങ്കിലും ഒരു ബേസിക് ഐഡിയ ഈ ഒരു 4 സ്റ്റെപ്സ് ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു ബേസിക് ആയിട്ട് ഒരു ഐഡിയ അവർക്കും കിട്ടും. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വരയ്ക്കാനായിട്ട് ഇൻസ്പിറേഷൻ എവിടെ നിന്ന് എടുക്കും എന്നുള്ളതാണ്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇൻസ്പിറേഷൻ എടുക്കാം. നമുക്ക് സ്കൈ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാം, നമുക്ക് സോയിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാം, ഒരു പ്ലാന്റ് നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാം, സ്റ്റാർസ് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ടെമ്പിൾസ് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാം, ചേർച്ചസ് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാൻ സാധിക്കും. നമ്മളൊരു ചെറിയൊരു എലമെൻറ്റ് നമുക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തതിന് ശേഷം അത് ഓർത്ത് നമുക്ക് അതിൽ എന്തെങ്കിലും ഡീറ്റെയിലിംഗ് വരുന്നുണ്ടോ, അതിനെ നമുക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഞാൻ കൂടുതലും ഇൻസ്പിറേഷൻസ് എടുക്കുന്ന ഫാബ്രിക്സ്, അതിൻ്റെ പ്രിൻറ്റ്സ്, ടെമ്പിൾ മോട്ടീവ്സ്, അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന തന്നെ മാലകളുണ്ടല്ലോ, നമ്മളിടുന്ന നെക്ലെസ്, നമ്മളിടുന്ന ഹാരംസ്, അതിൽ നിന്നൊക്കെ ഞാൻ ഇൻസ്പിറേഷൻ എടുക്കാറുണ്ട്. എന്നിട്ടാണ് ഞാൻ ബ്രൈഡൽ ബ്ലൗസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറ്. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാനിങ്ങനെ ട്രഡീഷണൽ ആയിട്ട് സ്കെച്ച് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ടാബിലോ ഐപാഡിലോ വല്ലോ സ്കെച്ച് ചെയ്തുകൂടാന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഇരുന്ന് റിലാക്സ് ചെയ്ത് സ്കെച്ച് ചെയ്യുന്ന അതൊരു മെഡിറ്റേറ്റീവ് ഒരു തിങ് ആണ്. അത് ചില ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മളൊരു ഐപാഡ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ടാബ് എടുത്തിട്ടോ വരയ്ക്കുന്നതിനെക്കാട്ടിലും നമ്മൾ എവിടെയെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയറിലിരുന്ന് ഒരു പെൻസിലും റബ്ബറും ഒക്കെ കൊണ്ടിരുന്ന് സ്കെച്ച് ചെയ്യുന്നത് ഒരു വേറെ ഫീലാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇപ്പോഴും ട്രഡീഷണൽ സ്കെച്ചസ് ചെയ്യുന്ന ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് അവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. നല്ലൊരു ക്രിയേറ്റീവ് മൈൻഡ് നമുക്ക് നമ്മളൊരു സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു പക്ഷേ നമുക്ക് അത് കുറേ കൂടെ ക്രിയേറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിനും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ ബ്രെയിൻ. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വെച്ച്, നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്ത് അതിൽ ടെക്നീക്സ് അപ്ലൈ ചെയ്ത് നമ്മളൊരു സാധനം ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഒരു സോഫ്റ്റ്വെയറിന് ചെയ്തെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് ചിന്തിക്കാൻ കേപ്പബിലിറ്റി ഉള്ള പോലും ഒരു കമ്പ്യൂട്ടറിന് ഒന്നിലും ചിന്തിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് ഡിസൈൻസ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുപോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു പേപ്പറും പേനയും കൊണ്ടിട്ട് ചെറുതായിട്ടൊന്ന് വരച്ച് ഭയങ്കര പെർഫെക്ഷൻ വേണമെന്നല്ല. എൻ്റെ സ്കെച്ചസ് ഒന്നും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള സ്കെച്ചസ് ഒന്നുമല്ല. ഞാൻ എന്നാലും വളരെ റഫായിട്ട് സ്കെച്ചസ് ചെയ്തെടുക്കാറുണ്ട്. ഇപ്പം നമുക്ക് തന്നെ ഒരു കസ്റ്റമറിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ സ്കെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ വേണമെന്ന് നമുക്ക് സ്കെച്ച് ചെയ്തെടുക്കാമല്ലോ. നമ്മൾ ജസ്റ്റ് വെറുതെ കാണുന്ന ഒരു ലേഡി, അവർക്കൊരു ബ്ലൗസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അവർക്ക് ചേരുക എന്നുള്ള ജസ്റ്റ് മനസ്സിൽ വിചാരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് സ്കെച്ച് ചെയ്താൽ മതി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പല സ്കെച്ചസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടത് വളരെ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്ക്, ഒരു പ്ലെയിൻ അൺറൂൾഡ് ബുക്കോ
അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാണിച്ചെന്ന ഇത്രയും പെൻസിൽസ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ആകെപ്പാടെ ഔട്ട്ലൈൻ സ്കെച്ച് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് HB അല്ലെങ്കിൽ 2B ആണ്. ഈ HBയുടെ പോയിന്റ് കണ്ടല്ലോ, HB അല്ലെങ്കിൽ ഈ 2B ആണ് ഏറ്റവും നല്ലത് നമുക്ക് ഔട്ട്ലൈൻസ് വരയ്ക്കാനായിട്ട്. ഞാൻ പറഞ്ഞതുപോലെ കുറച്ചും കൂടി ഡെപ്ത് കിട്ടി കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡിങ് അല്ലെങ്കിൽ ടെക്സ്ചറിങ് ടെക്നീക്സ് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേറെ ഈ 8B 6B 4B ഒക്കെ യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഓപ്ഷനിലാണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ 2B അല്ലെങ്കിൽ HB മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇറേസർ മറക്കരുത്, പിന്നെ ഈ ഷാർപ്നർ മറക്കരുത്. ഓക്കെ, പിന്നെ ഇതുപോലുള്ള ഒരു 5 സബ്ജക്ട് ബുക്ക് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം നമുക്ക് നമ്മുടെ ഇൻസ്പിറേഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സെക്ഷൻ നമുക്ക് എഴുതാനായിട്ട് യൂസ് ചെയ്യാം, ബാക്കിയുള്ള സെക്ഷൻ നമുക്ക് സ്കെച്ചിങ്ങിന് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 5 സബ്ജക്ട് ബുക്ക് മേടിച്ച് വെച്ചിരുന്നത്. കാരണം എല്ലാം കൂടെ നമുക്ക് ഒരൊറ്റ ബുക്ക് ക്യാരി ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 5 സബ്ജക്ട് ബുക്ക് എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സ്കെച്ച് ചെയ്യാൻ ഇഷ്ടമുള്ളവർ പ്ലീസ് സ്കെച്ച് ചെയ്ത് തുടങ്ങുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒരു പേപ്പറും പേനയും എടുത്ത് വെച്ചിട്ട് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഞാൻ ഇതുപോലെയാണ് എൻ്റെ ഡിസൈനിങ്ങിൻ്റെ ഒരു സ്വപ്നത്തിലോട്ട് കടന്നത് ഈ സ്കെച്ചൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് പണ്ട് സ്കെച്ചിങ് ഒക്കെ ചെയ്യുമായിരുന്നു പെൻസിൽ വെച്ചിട്ട്. ഞാൻ ഡ്രോയിങ് ക്ലാസ്സസിനോ അതിനൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്താണ് ഞാൻ ഇപ്പോൾ എൻ്റെ ബൊട്ടീക്കിൽ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയും ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഒരു തുടക്കമാവട്ടെ. അപ്പോൾ സ്കെച്ചിങ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഇതുവരെ സ്കെച്ചിങ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് അത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അതെല്ലാം ശരിയാകും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ കീപ്പ് ഓൺ സപ്പോർട്ടിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.